പൈശാചികവും സമാനതകളില്ലാത്തതുമായ മർദ്ദനമുറകൾ. 2 പേരാണ് പരാതിക്കാർ. ആലപ്പുഴ കാവാല സ്വദേശി 19-കാരനും പത്തനംതിട്ട റാന്നി സ്വദേശി 30-കാരനും. ഇരുവരും അടുത്ത ബന്ധുക്കൾ. പ്രതി ജയേഷുമായി മുൻപ് ഒന്നിച്ച് ജോലി ചെയ്തിരുന്നവരാണിവർ. ഭാര്യ രശ്മിയുമായി ഇരുവർക്കും അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇത് മുൻനിർത്തിയാണ് ഇരുവരെയും സൗഹൃദഭാവത്തിൽ വിളിച്ചു വരുത്തിയത്. ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തുകയും ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. നോർമൽ ഒരു സൗഹൃദ ബന്ധമാണുള്ളത്. വിളിച്ചിട്ട് ഓണത്തിന് വീട്ടിലേക്ക് വരണം, വീട്ടിൽ വന്നിട്ട് നമുക്ക് അവിടെ ഒരുമിച്ച് കൂടിയിട്ട് തിരിച്ചിങ്ങോട്ട് വരാം എന്നുള്ള രീതി, എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരാം, ഓണം അടിപൊളിയാക്കാന്ന് കണ്ടാണ്. ഓണത്തിന് ഞങ്ങൾ ഒരു 4 മണിയായപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇവിടെ ഉച്ചയ്ക്കത്തെ ഓണം പരിപാടിയെല്ലാം കഴിഞ്ഞ് ജയേഷിന്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേന് ജയേഷ് കുറച്ചു നേരം ജയേഷും വൈഫും എന്നെ വിളിക്കുമ്പോൾ അവര് പിള്ളേരുണ്ട്, ഫാമിലി മൊത്തം ഉണ്ടെന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് വേറെ ആരും ഇല്ല, ജയേഷും വൈഫും മാത്രമേ ഉള്ളൂ. സംസാരിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് പെപ്പർ സ്പ്രേയും വേറെ എന്തൊരു സ്പ്രേയും കൂടെ കൂട്ടി എന്നെ മുഖത്തടിച്ചിട്ട് പെട്ടെന്ന് മർദ്ദിക്കുകയായിരുന്നു. നമുക്കൊന്നും തിരിച്ചു ചെയ്യാൻ പറ്റത്തില്ല. ഈ മാസം 1-ാം തീയതി 19-കാരനും തിരുവോണ ദിവസം വൈകുന്നേരം 30-കാരനും ആക്രമണത്തിനിരയായി. തിരുവോണ നാളിൽ വൈകുന്നേരം മർദ്ദനമേറ്റ് അവശനിലയിൽ വഴിയിൽ കണ്ട 30-കാരനെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അവിടെ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആറന്മുള പോലീസ് അന്വേഷണം തുടങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ 30-കാരൻ പറഞ്ഞ മൊഴി പൂർണ്ണമായും കളവായിരുന്നു. പ്രണയബന്ധത്തിലുള്ള പെൺകുട്ടിയുടെ ബന്ധുക്കൾ തന്നെ മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു ആദ്യ പരാതി. തുടർന്ന് FIR രജിസ്റ്റർ ചെയ്ത പോലീസ് പ്രതികളെന്ന് സംശയിക്കുന്ന ചിലരെ കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമായ പശ്ചാത്തലത്തിൽ മൊഴി നൽകിയ യുവാവിനെ കൂടുതൽ ചോദ്യം ചെയ്യുകയായിരുന്നു. ഇതാണ് നിർണായകമായത്. തുടർന്ന് ദമ്പതികൾ ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുടർ ചോദ്യം ചെയ്യലിലാണ് ഒരു സംഭവമല്ല, അതിനു മുൻപ് മറ്റൊരു യുവാവ് കൂടി ആക്രമണത്തിനിരയായി എന്ന് വ്യക്തമായത്. ഇന്നലെ ഉണ്ടായിരുന്നു, ഞാൻ എല്ലാ നാട്ടുകാരും അറിഞ്ഞതും ഇന്നലെ കൊണ്ടാണ് അറിഞ്ഞത്. അങ്ങനെ ആരോടും മിണ്ടി കണ്ടിട്ടുമില്ല. അങ്ങനെ ഞങ്ങളങ്ങനെ കാണത്തേ ഇല്ല ഇവരെ. പിന്നെ ഞങ്ങൾ റോഡിലൊക്കെ ഇറങ്ങുമ്പോൾ ബൈക്കിലൊക്കെ പോകുന്നതേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഒന്നും കണ്ടിട്ടില്ല. ആരോടും മിണ്ടുപാട്ട് ചിരിക്കാട്ടോ ഒന്നും ചെയ്യത്തില്ല. ഏറ്റവും അടുത്ത് താമസിക്കുന്നവരോട് പോലും ഒട്ടും സൗഹൃദമില്ലാത്ത പ്രകൃതമായിരുന്നു ദമ്പതികൾ ഇരുവരുടെയും. അതിനാൽ തന്നെ ടെലിവിഷനിൽ ഇന്ന് നിറഞ്ഞ വാർത്തകൾ അവർക്കൊക്കെ തന്നെ അവിശ്വസനീയമായാണ് തോന്നിയത്. സംഭവം നടന്ന ആന്താലിമൺ കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആണ് എന്നതിനാൽ കേസുകൾ രണ്ടും അവിടേക്ക് ഫോർവേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തുടർ നടപടികൾ കോയിപ്പുറം പോലീസായിരിക്കും സ്വീകരിക്കുക. കേസ് അന്വേഷണത്തിനായി തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി അടുത്ത ദിവസം കോയിപ്പുറം പോലീസ് കോടതിയെ സമീപിക്കും. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.